ഹലോ മക്കളെ, എന്തെല്ലാം നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നോക്കിയാലോ? യെസ്, ഇത് നിങ്ങളെ എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ WH ക്വസ്റ്റ്യൻസും യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ് പറയുന്നത്. WH ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട്, വിച്ച്, വേർ, വെൻ, ഹൂസ്, ഹൂം, ഹൗ മച്ച്, ഹൗ മെനി, ഹൗ ഫാർ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ട്. അത് വെച്ച് ചോദിക്കുന്ന ചോദ്യമാണ് WH അല്ലേ. കമ്പാരിറ്റീവ്ലി WH ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി എളുപ്പമാണ്, നിങ്ങൾക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് വേണ്ടത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസാ. അപ്പൊ എങ്ങനെയാണ് സാർ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമുക്ക് നിർബന്ധമായിട്ട് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അതാണ് ക്വസ്റ്റ്യൻ വേർഡ്സ് അല്ലെ. കുറച്ച് ഓക്സിലറീസ് ഉണ്ട്. എന്തൊക്കെ വേണം നമുക്ക് വേണ്ട സാധനങ്ങളാണ് ഡു, ഡിഡ്, ഡസ്, പിന്നെ ഏതാണ് ഡസ്, പിന്നെ ഹാവ്, ഹാസ്, ഹാഡ്, പിന്നെ ആം, ഈസ്, ആറ്, വാസ്, വേറ്. ഹാവ്, ഹാസ്, ഹാഡ് എവിടെ ഉണ്ട് കേട്ടോ, ഞാൻ എഴുതുന്നില്ലാന്നുള്ളൂ. പിന്നെ ക്യാൻ പോലത്തെ അങ്ങനത്തെ കുറച്ച് ഓക്സിലറീസ് ഉണ്ട്. ഇത്രയും ഓക്സിലറീസ്, അതായത് നിർബന്ധമായിട്ട് 1 2 3 4 5 6 7 8 9, അതായത് ഡു, ഡിഡ്, ഡസ്, ആം, ഈസ്, ആർ, വാസ്, വേർ. ഈ 1 2 3 4 5 6 7 8, ഈ 8 9 എണ്ണം, ഈ 8 എണ്ണം എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ്? ഡു, ഡിഡ്, ഡസ്, ആം, ഈസ്, ആർ, വാസ്, വേർ. ഈ ഡു, ഡിഡ്, ഡസ് എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയെ വെച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. അതിൽ ഡൂന്റെ കൂടെയും ഡിഡിന്റെ കൂടെയും ഡസിന്റെ കൂടെയും V1 മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. മറ്റുള്ളത് ഒരു കാര്യം അങ്ങനെ ആയിരുന്നോ, അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പം നമുക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എങ്ങനെയാണ് സാർ ഇത് വെച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാന്ന്? ഞാൻ കാണിച്ചു ഒരു സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കുക, നമുക്കിപ്പോൾ എന്താ ഉണ്ടാകുക? യെസ്, ഹി ഡ്രോപ്ഡ് ഔട്ട് ഓഫ് സ്കൂൾ ടു ഹെൽപ്പ് ഗെറ്റ് എ ജോബ് ആൻഡ് ഹെൽപ്പർ ഔട്ട്. കണ്ടില്ലേ? നമുക്ക് ചോദിക്കാം, ബബ്ലു സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തോ, അതായത് അമ്മയെ സഹായിക്കാൻ വേണ്ടി ഡ്രോപ്പ് ഔട്ട് ചെയ്തോ എന്ന് ചോദിക്കാൻ പറ്റും. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കുക? ഡിഡ് ബബ്ലു, കഴിഞ്ഞ കാര്യമായതുകൊണ്ട് ഡിഡ് ഉപയോഗിക്കണം കേട്ടോ. ഓക്കെ, ഡിഡ് ബബ്ലു ഡ്രോപ്പ് ഔട്ട് ഓഫ് സ്കൂൾ. അപ്പോൾ ഡ്രോപ്പ്ഡ് പറ്റൂല, കാരണം ഡിഡിന്റെ കൂടെ V1 ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഡ്രോപ്പ് ഔട്ട് ഓഫ് സ്കൂൾ, ബാക്കി അങ്ങനെ തന്നെ കേട്ടോ. ടു ഗെറ്റ് എ ജോബ് ആൻഡ് ഹെൽപ്പ് ഹെർ എന്നുള്ളത് ഹിസ് മദർ എന്നൊക്കെ ആക്കി കൊടുക്കണം കേട്ടോ. ഹെർ ഹെൽപ്പ് ഹിസ് മദർ ഔട്ട് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നു. ഓക്കെ, സോ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.